ഡോക്യുമെന്റ് എങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം, നമുക്ക് ആ ഇന്റർവ്യൂ എങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യണം എന്നുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അത് കണ്ടിട്ട് ഞാൻ ട്രാക്കിൽ അപ്ലൈ ചെയ്തതിനാണ് എനിക്ക് ഇന്റർവ്യൂ കോഡ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂ ട്രാക്ക് ചെയ്തത്. അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടില്ല. അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. MNCയുടെ ഇന്റർവ്യൂവിന്റെ ആപ്ലിക്കേഷൻ പ്രിപ്പറേഷന്റെ ആ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ രണ്ടേ ആപ്ലിക്കേഷനെ വെച്ചോളൂ, രണ്ടും എനിക്ക് കോഡ്. OET കിട്ടിയല്ലാവുന്ന ആദ്യം വിചാരിച്ചു. പിന്നെ CBT, ഓസ്കി ഞാൻ വർക്കും ഫാമിലി ക്ലാസ്സും ഒക്കെ പാടെ ഞാൻ നല്ല സ്ട്രഗിൾ ആയിട്ടാണ് ഞാൻ പോയത്. അത് ഓസ്കി പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഒരുപാട് അപ്ലൈ ചെയ്തു ജോലിക്ക്. ഈവൻ പ്രൈവറ്റിൽ വരെ കൊടുത്തു. നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമുക്ക് MNCയുടെ സപ്പോർട്ട് ഡോക്യുമെന്റ് എങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം, നമുക്ക് ആ ഇന്റർവ്യൂ എങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യണം എന്നുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അത് കണ്ടിട്ട് ഞാൻ ട്രാക്കിൽ അപ്ലൈ ചെയ്തതിനാണ് എനിക്ക് ഇന്റർവ്യൂ കോഡ് കിട്ടിയത്. അപ്പം ആപ്ലിക്കേഷൻ ആ വീഡിയോസ് കണ്ടു, നന്നായിട്ട് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് ആക്ച്വലി എന്റെ CBT സമയത്താണ് ആദ്യമായിട്ട് ഞാൻ MNCയുടെ വീഡിയോ കാണുന്നത്. അന്ന് തന്നെ എനിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു. എന്റെ കൊളീഗ്സിനോടൊക്കെ പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ ജൂണിലാണ് ആദ്യമായിട്ട് ഞാൻ MNCയുടെ വീഡിയോ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്തതും. അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് കിട്ടില്ല. ഒരു ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നത് ടഫ് ആയിരുന്നോ അതോ ഈസി ആയിരുന്നോ? എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു കാര്യങ്ങൾ, നമ്മുടെ MNCയുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും വീഡിയോസ് ഒക്കെ? ഇനീഷ്യലി എനിക്ക് ടഫായിട്ട് തോന്നിയിരുന്നു. കാരണം നമുക്ക് മാനസികമായിട്ട് ഭയങ്കര തളർത്തണ മാതിരി ആയിരുന്നു. കാരണം നമ്മൾ അപ്ലൈ ചെയ്യണൊന്നും കിട്ടുന്നില്ല. റെക്കമെൻഡേഷൻ വഴിയാണെങ്കിൽ നമുക്ക് RNന്റെ എക്സ്പീരിയൻസ് UK ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. ബട്ട് എനിക്ക് നമ്മുടെ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും MNCയുടെ ഇന്റർവ്യൂവിന്റെ ആ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷനും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കിട്ടി. ഈവൻ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടോ ഇത് നമുക്ക് കിട്ടും എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. MNCയുടെ ആപ്ലിക്കേഷൻ പ്രിപ്പറേഷന്റെ ആ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ രണ്ടേ ആപ്ലിക്കേഷനും വെച്ചോളൂ, രണ്ടും എനിക്ക് കോൾ വന്നു. എത്രത്തോളം അവനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്? ഈ റീസെന്റ് ആയിട്ട് പിൻ നമ്പർ കിട്ടിയിട്ടുള്ള ആൾക്ക് ആപ്ലിക്കേഷൻ അസിസ്റ്റൻസ് ആണെങ്കിൽ, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആണെങ്കിൽ, നമ്മുടെ ക്ലാസ്സുകളും വീഡിയോസ് ഒക്കെ തന്നെ അവനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും 100%. കാരണം എന്റെ കൂടെയുള്ള എന്റെ കൊളീഗ്സ് പാസ്സായിട്ടില്ലെങ്കിൽ ഞാൻ അവർക്ക് അഡ്വൈസ് കൊടുത്തതിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ടീമുണ്ട്, നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യണം, ഇന്റർവ്യൂ പ്രിപ്പറേഷനും ഒക്കെ. തീർച്ചയായിട്ടും എപ്പോഴും MNC ഞാൻ 100% നിങ്ങൾ രണ്ടുപേരും ഒത്തിരി അനുഗ്രഹിക്കും. നിങ്ങൾ വേറൊന്നും ഉദ്ദേശിച്ച് ചെയ്യണ മാതിരി ചെറിയ കാര്യം പോയിന്റ് വരെ നമ്മൾക്ക് കിട്ടുന്നത് നമ്മളെ മലയാളികളെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പറയുന്ന ഓരോ കാര്യം. അത് ട്രസ്റ്റിന്റെ ഉള്ളിൽ നിന്നും മറ്റുള്ളിൽ നിന്നും കിട്ടിയിട്ടും എക്സ്പീരിയൻസിൽ നിന്നും പറയുന്നതാണ്. നിങ്ങൾ കൂടുതൽ പൈസ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇതുകൊണ്ട് ഒരുപാട് ഞങ്ങൾക്കാണ് ഗുണമുള്ളത്. നിങ്ങൾക്ക് ഒത്തിരി അതിനൊരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത്.